അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയൂ കേന്നമ്മുകാര എന്ന തംബ്നെയിലോടുകൂടി ബഹുമാന്യനായ ഹാരിസ് ഇബ്നു സലീം സാഹിബിൻ്റെ ഒരു പ്രസംഗ ഭാഗം കേൾക്കാനിടയായി. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണ് എന്നാണെങ്കിൽ നിങ്ങൾ അത് പറയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണെന്ന് തൗഹീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന തൗഹീദിന്റെ ആളുകളെന്ന് പറയുന്നത് നിങ്ങൾ പറയൂ ജനങ്ങളോട്. അത് പറയാൻ അധിക സമയം വേണ്ടത്. അതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് ജിന്നെങ്കിൽ ജിന്ന് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ എവിടെയാണ് കിടക്കുന്നത്? ആരും വിളിക്കണ്ടല്ലോ. ജിന്ന് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിച്ചാൽ തന്നെ ശിർക്കിലായി. എത്ര ഗൗരവമുണ്ട്! അത് പറയണ്ടേ? തൗഹീദും ശിർക്കും വേർതിരിയുന്നതിന്റെ അഭിപ്രായം പറയണ്ടേ നിങ്ങൾ തൗഹീദിന്റെ ആളുകളാണെങ്കിൽ? അതല്ല ഈ ഇതിന് രണ്ട് പോസിബിലിറ്റിയാണുള്ളത്. ഒന്നെങ്കിൽ അദ്ദേഹത്തിന് സംഗതി മനസ്സിലായിട്ടില്ല എന്നാ, അതേതായിരുന്നാൽ അങ്ങനെ വിചാരിക്കാൻ നമുക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ പോസിബിലിറ്റി, താൻ പറയുന്നത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ പച്ചക്ക് കബളിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ കേന്നമ്മുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ആദർശം വളരെ കൃത്യമായി ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് ജിന്നും മലക്കും അദൃശ്യമാണ്, അഭൗതികമാണ് എന്നാണ് പഠിപ്പിച്ചത്. അതിനർത്ഥം ജിന്നുകൾക്കും മലക്കുകൾക്കും അഭൗതികമായ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് ഉണ്ട് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അവർ ജിന്നുകൾ ശൈത്താനുകൾ നിങ്ങളെ കാണുന്നു, നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുന്നില്ല എന്ന്. ജിന്നുകളും മലക്കുകളും അല്ലെങ്കിൽ ജിന്നുകളും ശൈത്താനും ഒക്കെ എങ്ങനെയാണ് മനുഷ്യനെ കാണുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഒരു കാര്യകാരണ വ്യവസ്ഥ അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ജിന്നുകളെയും പിശാചുക്കളെയും കാണാൻ പറ്റാത്തത്? നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യകാരണ വ്യവസ്ഥ അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടില്ല. ജിന്നുകളും ശൈത്താനുകളും മനുഷ്യൻ്റെ മനസ്സിൽ ദുർബോധനം നടത്തുന്നു. എന്തുകൊണ്ട്? അങ്ങനെ ദുർബോധനം നടത്താനുള്ള ഒരു കാര്യകാരണ വ്യവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യന് ജിന്നിൻ്റെ മനസ്സിൽ ദുർബോധനം നടത്താൻ പറ്റാത്തത്? നമുക്ക് അങ്ങനെ ഒരു കാര്യകാരണ വ്യവസ്ഥ അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടില്ല. ജിന്നുകൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നു. എന്തുകൊണ്ട്? അങ്ങനെ ഉപദ്രവിക്കാനുള്ള ഒരു കാര്യകാരണ വ്യവസ്ഥ അല്ലാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ജിന്നുകളെ ഉപദ്രവിക്കാൻ പറ്റാത്തത്? നമുക്ക് അങ്ങനെ ഒരു കാര്യകാരണ വ്യവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടില്ല. അതുകൊണ്ടാണ് മുജാഹിദുകൾ കൃത്യമായി പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ജിന്നും മലക്കും അദൃശ്യമാണ്, അഭൗതികമാണ്. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാര്യകാരണ വ്യവസ്ഥക്ക് അപ്പുറത്തുള്ളവരാണവർ. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് അല്ലേ, ആലമുൽ ജിന്നി ആലമുൻ ഒയ്ബിയു നിസ്ബത്തുല്ലിൽ ഇൻസാൻ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്നുകളുടെ ലോകം എന്ന് പറഞ്ഞാൽ ആലമുൽ ഒയ്ബാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കിടയിലാണ് അവർ ജീവിക്കുന്നതെങ്കിലും നമുക്കവരെ കാണാനോ അവരുമായിട്ട് ഇടപഴകാനോ സാധിക്കുന്നില്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മളെ കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ ഉപദ്രവിക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ ദുർബോധനം നടത്താൻ പറ്റുന്നുണ്ട്. കാരണം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള കാര്യകാരണ വ്യവസ്ഥ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ എന്താ ഒന്നും അങ്ങോട്ട് തിരിച്ചു ചെയ്യാൻ പറ്റാത്തത്? നമുക്ക് അങ്ങനെയുള്ളൊരു കാര്യകാരണ വ്യവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടില്ല. ഇത് കൃത്യമായി ജനങ്ങളെ പഠിപ്പിച്ചു. ഇത് മനസ്സിലാക്കിയാൽ തന്നെ വിഷയം കൃത്യമാണ്. എന്തുകൊണ്ടാണ് ജിന്നുകളോടുള്ള എല്ലാ സഹായാർത്ഥനയും ശിർക്കായി മാറുന്നത്? മനുഷ്യനെ സംബന്ധിച്ച് ജിന്നുകൾ അഭൗതിക ജീവികളാണ്, അതുകൊണ്ട് അഭൗതിക സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ അവരോട് നടത്തുന്ന എല്ലാ സഹായാർത്ഥനയും അഭൗതിക മാർഗത്തിലുള്ള സഹായാർത്ഥനയായി മാറുന്നു. അതുകൊണ്ട് അത് ശിർക്കായി മാറുന്നു എന്ന് കേരളത്തിലെ ജനങ്ങളെ കൃത്യമായി പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചതിന് ആ ജനങ്ങൾ അത് കേൾക്കാതിരിക്കാൻ ഇവരുടെ മേലൊരു ദുരാരോപണം നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ജിന്നുകൾക്കും മലക്കുകൾക്കും അഭൗതികമായ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കഴിവുണ്ട് എന്നാണ് ഇതിലൂടെ വാദിക്കുന്നത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സംസാരത്തിൽ പോലും ഹാരിസ് മൗലവി പറഞ്ഞത് എന്താ? അപ്പോൾ ജിന്നുകൾ ഉപദ്രവിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ ശിർക്കായില്ലേ എന്നാ നിങ്ങളെ വിശ്വാസപ്രകാരം? അങ്ങനെ ഉണ്ടോ? നമ്മൾ പറയുന്നത് ജിന്നുകൾ മനുഷ്യരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ളൊരു കാര്യകാരണ വ്യവസ്ഥ അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ജിന്നും മലക്കും അഭൗതികമാണെന്ന് പറയുന്നത്? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ഇടപെടാനുള്ള ഒരു കാര്യകാരണ വ്യവസ്ഥ നിശ്ചയിച്ച് തന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ നുണബോംബുകൾ അത് പൊട്ടും. അതിനുള്ള ആയുസ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആളുകൾ വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന കാലം അത്രയും മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിടയിലുള്ള ഏറ്റവും മർമ്മപ്രധാനമായ തർക്കം ജിന്നുകളോടുള്ള എല്ലാ സഹായാർത്ഥനയും ഷിർക്കാണ് എന്നൊരു വിഭാഗവും അതല്ല അതിൽ ഷിർക്കല്ലാത്തതുണ്ട് എന്നൊരു വിഭാഗവും. ഷിർക്കാണ് എന്ന് പറയുന്നവർ കൃത്യമായി പറയുന്നു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജിന്നുമലക്കൊക്കെ അഭൗതികമാണ്, നമ്മുടെ കാര്യകാരണ വ്യവസ്ഥക്ക് അപ്പുറത്തുള്ളവരാണവർ. അതുകൊണ്ട് തന്നെ അവരോട് നടത്തുന്ന എല്ലാ
സഹായാർത്ഥനയും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള ചോദ്യങ്ങളായി മാറുന്നു, അഭൗതിക മാർഗത്തിലുള്ള ചോദ്യങ്ങളായി മാറുന്നു. അതുകൊണ്ട് അത് ശിർക്കായിക്കൊണ്ട് മാറുന്നു എന്ന്. നിങ്ങളതിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് വാദിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതേപോലെ തന്നെ കേന്നമുകാരുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു. നുണകൾക്ക് ആയുഷില്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.